1 GB മുകളിൽ സംതിങ് വരുന്നത്. വീഡിയോ എടുക്കും പച്ചയാക്കുന്നത് കുണ്ടി ആ ഫ്ലോ കളഞ്ഞ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ഒരു റൈസിങ് ഗെയിമാണ്. റൈസിങ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ മോഡ് വേണമെങ്കിൽ ടെലിഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. മോഡ് വേണ്ടാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ പോയാലും കിട്ടും. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് 50 സംതിങ് MB സാധനം തരും, ഞാൻ തരും ഒരു 60 സംതിങ് MB. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ ഗെയിമാണ്. അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പം 50 സംതിങ് MB ഇല്ലു എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ ഗെയിമാക്കി നോക്കണ്ട. ഇത് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വേറൊരു ഫയൽ ഡൗൺലോഡ് ആക്കേണ്ടാവും. അതെന്ന് പറയുമ്പോൾ വലിയ വരും, അതായത് 1 GB സംതിങ് റേഞ്ചിൻ്റെ അടുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്യാരേജ് മറ്റേ വണ്ടീൻ്റെത് മറ്റേത് മറിച്ചത് എന്നെല്ലാം പറഞ്ഞ ഒരു 500 600 200 എല്ലാം പറഞ്ഞ് കുറേ ഡൗൺലോഡ് ആക്കാനുണ്ട്. ഇതെല്ലാം ഡൗൺലോഡ് ആക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഭ്രാന്തം. അപ്പോൾ വേണ്ടവർ മാത്രം എടുക്കുക. ഞാൻ ഡൗൺലോഡിങ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം, പക്ഷേ എല്ലാം കാണിച്ചു തരുന്നില്ല, എല്ലാം കുറച്ചായിട്ട്. അപ്പം ടെലിഗ്രാമിൽ പോയാൽ മോഡ് കിട്ടും, പ്ലേ സ്റ്റോറിൽ പോയാൽ മോഡ് ഇല്ലാത്തത് കിട്ടും. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യം ഗെയിം തുറക്കുന്ന സമയത്ത് ഇതേപോലെ എഴുതിയിട്ട് വരും. ഇതിൽ അലോ എല്ലാം കൊടുത്തിട്ട് വിടാം. പിന്നെ ഇതിലൊരു കുരങ്ങൻ്റെ പടം എല്ലാം കാണിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഡൗൺലോഡിങ് വരും. ഇത് ഡൗൺലോഡ് ആക്കാണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഡൗൺലോഡ് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ആദ്യം കുരങ്ങൻ്റെ പടം കാണിക്കും. പിന്നെ നമ്മൾ ഒരു വണ്ടി തരും, റേസ് ഓടിച്ച് കാണിക്കാൻ പറയും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓടിച്ചിട്ട് ഫസ്റ്റത്തെ അങ്ങനെ തീർക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ MB ഉണ്ടാവും, 5 10 15 20 എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പം കലക്ട് കൊടുക്കുക. കലക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ കറക്റ്റായിട്ടുള്ള പൈസ കാണിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് മോഡ് വെർഷനാണ്. നോർമൽ വെർഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. മോഡ് വെർഷൻ ഇപ്പം നമ്മൾ ഇത് ക്ലോസ് ആക്കി കളഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെ പൈസ ഇപ്പോൾ ഇവിടെ കാണിക്കും. അത് 7 MB സൈസ് ഡൗൺലോഡ് ആവുന്നു. കണ്ട മുകളിൽ കണ്ട ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ വണ്ടി വാങ്ങിക്കാം, അപ്ഗ്രേഡ് ചെയ്യുക. ഓരോരോ വണ്ടി നമുക്ക് ഓൾറെഡി അപ്ഗ്രേഡ് ആയിട്ട് കിട്ടും. ഇതാ ആദ്യ ഡൗൺലോഡിങ്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. ഡൗൺലോഡ് ആക്കി പ്രാന്തായി എനിക്ക്. അവസാനം ഞാൻ ഈ ഗെയിം അൺഇൻസ്റ്റാൾ ആക്കി കളഞ്ഞു. ഓക്കെ, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ഗെയിംസ് ഒരുപാടുണ്ട്. അപ്പം സ്റ്റോറേജ് ചെയ്യുന്നില്ല, അപ്പം അങ്ങനെ കളഞ്ഞാണ്. അപ്പം ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് റേസിന് പോകണമെങ്കിലും ഡൗൺലോഡ് ആക്കണം, വണ്ടി ഓരോന്ന് ഡൗൺലോഡ് ആക്കണം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഓരോന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നതോറും നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ആക്കിക്കൊണ്ട് നിൽക്കാം. പക്ഷെ ഡൗൺലോഡ് മൊത്തത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കി നമുക്കിങ്ങനെ നോർമലി ഇങ്ങനെ കളിച്ച് പോകാൻ പറ്റും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിന് തരുന്ന റേസ്, അതായത് ഇത് അവരാദ്യം ഓടിച്ച് തരും, പിന്നെ നമ്മളെ കൊണ്ട് ഓടിപ്പിക്കും, പോയിക്കോന്ന് പറയും. അങ്ങനത്തെ ഒരു റേസാണ്. ഇതെല്ലാവരും എന്തായാലും കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇതങ്ങനെ റേസ് കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. കണ്ട ഇതെല്ലാം ചെറിയ പൈസയല്ലോ, 8 സംതിങ്. ഇങ്ങനെ ചെറിയ 3 ടൈപ്പ് കോയിൻസ് വരുന്നുണ്ട് മേല. അതിൽ കണ്ട ആ ചെറുത് കുറച്ച് തരുന്നത് നമ്മളതിൽ ഒരുപാടുണ്ട്. ഓക്കെ, അത് അധികം തീർക്കണ്ട, മറ്റേ പൈസയെല്ലാം തീർത്തിട്ട് മെല്ലാക്കിക്കോ. അപ്പോൾ അഡീഷണൽ ആദ്യം ഡൗൺലോഡ് ആക്കാനുണ്ട്. അതാ ഡൗൺലോഡിങ് പോയി. ഓക്കെ, അപ്പം ഇതിപ്പോൾ റേസ് വരുന്നത്. ഇപ്പോൾ റേസിൽ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മൊബൈൽ അനക്കേണ്ട കൺട്രോളേ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് ഉണ്ടാ, അവിടെ ഞെക്കിയിട്ട് ജോയ്സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൺട്രോൾ മാറ്റാൻ പറ്റും. എങ്ങനത്തെ വേണ്ട, സ്റ്റെയറിങ് വേണോ, അത് മൊബൈൽ അനക്കുമ്പോൾ വളയണോ. അപ്പം എനിക്കിതിൽ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റത്തതാണ്. ഇത് 2 സൈഡ് ഞെക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കേണ്ടത്. പിന്നെ സെൻസിറ്റിവിറ്റി, അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ സ്പീഡിൽ വളക്കണോ. അപ്പോൾ എൻ്റെ റേസ് കഴിഞ്ഞു 5th ആയി, 5ാം സ്ഥാനത്തായി. കാരണം എനിക്ക് കളിച്ച് പരിചയമൊന്നുമില്ല. അപ്പം അങ്ങനെ. പിന്നെ ഇതിൽ കാറിന് നമുക്ക് സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഒട്ടിക്കുക. എടാ വേണ്ടത്, എങ്ങനെ വേണ്ടത്, തിരിഞ്ഞിട്ട് വേണോ വളഞ്ഞിട്ട് വേണോ, അത് ഇങ്ങോട്ടും വട്ടത്തിലെല്ലാം തിരിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ പറ്റും. പിന്നെ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ തരുന്ന കുറച്ച് ഡിഫറെൻറ്റ് കളറെല്ലാം ഉണ്ടാവും. അതിലേതാണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പെയിൻ്റ് അടിക്കുക. പൈസയൊന്നും നോക്കണ്ട, ഒരുപാടുണ്ട്. അപ്പം ഇതിപ്പം ഒരു വണ്ടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഗെയിം കളിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കളി ഇങ്ങനെ വെറുതെ പോയതല്ലേ. അപ്പം അങ്ങനെയാണ് 5th അടിച്ചത്. എനിക്ക് അങ്ങനെ ഫസ്റ്റ് അടിക്കണം. അപ്പം ഓരോരാളെ തോപ്പിച്ച് പോകുന്നുണ്ട്. കാരണം ഫുൾ വീഡിയോ ഞാൻ കാണിക്കില്ല. ഫുൾ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും, വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരും. അപ്പം ഫുള്ള് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഞാൻ പകുതിക്കുന്ന കട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നോക്കാം.
അങ്ങനെ ഗെയിമിൽ ഞാൻ ഫസ്റ്റ് അടിച്ചു. അപ്പോൾ ഫസ്റ്റ് അടിച്ചിട്ട് മോഡ് വെർഷനിൽ ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാലും ഒരുപാട് കോയിനിലുണ്ട്. എന്നാൽ ഈ കോയിനിലേക്ക് ആഡ് ആവും. കണ്ടോ, ഇത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിച്ച് ആഡായി. അപ്പോൾ നമുക്ക് കളിക്കുന്നതിൻ്റെ ഒന്നിച്ച് കിട്ടുകയും ചെയ്യും. ഓൾറെഡി ഇല്ലതും വെച്ചിട്ട് നമുക്ക് സെറ്റായിട്ട് ഓരോരോ വണ്ടി എടുത്ത് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഇതിൽ വണ്ടി അപ്ഗ്രേഡേഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്യാം. ഇത് കുറച്ച് ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ കാണിച്ച് കഴിഞ്ഞാൽ തീരൂല. അപ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ചടപടയെന്ന് തീർക്കും ഞാൻ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ തന്നെ കുറച്ച് അധികമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.